ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അഷ്ഫക്സ് ക്രേസി വ്ളോഗ്. സോ ഇന്ന് നമ്മൾ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രോണിക്, അതായത് നമ്മളെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററും നമ്മൾ ക്ലോത്തിങ് സ്റ്റോറും അവിടെ ഉണ്ട്. നമ്മളൊരു പുതിയ ബിസിനസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു മൊബൈൽ ഷോപ്പാണ് നമ്മളായിട്ട് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ലൈക്ക് മൊബൈൽസ്, ടാബ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ ഒരു മൊബൈൽ ഷോപ്പ് നമ്മളെ ഇന്ന് ഓപ്പൺ. ഇന്ന് മൊബൈൽ ഷോപ്പ് ഇതാണ്, പക്ഷേ ഇന്ന് ഓപ്പൺ അല്ല. ഇത് ഇന്നലെ ശരിക്കും ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം വീഡിയോ മൈക്ക് ഓഫായിരുന്നു ഗേസ്. ഗസ് ഡാമിറ്റ് ഒന്നും കേട്ടില്ല. അതിൽ മൈക്കിൽ ഒന്നും കേട്ടില്ല. ആ ഒരു പ്രശ്നം വന്നു ഗേസ്. ഓക്കെ, ഒന്നും കേട്ടില്ല. ഫുള്ള് മൈക്ക് ഓഫായിരുന്നു ഗേസ്. ഞാൻ സെറ്റിങ്ങിൽ പോയിട്ട് അത് ഓണാക്കാൻ മറന്നുപോയി. സോ അതുകൊണ്ട് ഫുൾ വീഡിയോ പോയി ഗേസ്. അതുകൊണ്ട് ഇതിപ്പോൾ 3ാമത്തെ ലെവലാണ് ഗേസ്. ഞാൻ 3ാമത്തെ ലെവലെത്തി. സോ ഗേസ്, അപ്പോൾ നമുക്ക് ഇനി ഇന്ന് തുടങ്ങാം ഗേസ്. ഈ ഒരു 3ാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഇത് നമുക്ക് വീട്ടിലോട്ട് എടുക്കണമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഗേസ്. ഓക്കെ, സോ അങ്ങനെ വീഡിയോട്ട് എടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാം ഗേസ്, ഇന്നലെ വീഡിയോ ഇട്ടില്ല ഗേസ്. സോറി ഫോർ ദാറ്റ് ഗേസ്. സോറി, ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ മറന്നുപോയി ഗേസ്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇന്നലെ നമ്മൾ മറന്നുപോയതല്ല. സോറി ഗേസ്. ഓക്കെ, മറന്നുപോയതല്ല. നമ്മൾ ഇന്നലെ പോയിരുന്നത് ചെറുതായിട്ട് എന്തൊരു ഇതിന് പോയതായിരുന്നു ഗേസ്. ഇപ്പോൾ കണ്ടായിരുന്നു. സോ പോയതായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇട്ടിയില്ല ഗേസ്. പിന്നെ നമ്മൾ രാത്രിയൊക്കെ എത്തിയതുകൊണ്ട് ആ ഒരു ക്ഷീണത്തിൽ കിടന്നു ഗേസ്. അതുകൊണ്ട് ഏതായാലും ഗേസ് ഇന്ന് വെറുതെ പറഞ്ഞില്ല, ബോറാക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മൊബൈൽ സ്റ്റോറായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ പേരിടണം. പേര് ഞാൻ റിമൂവ് ചെയ്ത് ഗേസ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ലോഗോ ചേഞ്ച് ആക്കാം ഗേസ്. കണ്ട ലോഗോ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആക്കാം. കണ്ട ഏത് ലോഗോ ആണെങ്കിലും ഇടാം. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പേര് ചെയ്താൽ ഗേസ്. ഞാനിപ്പോൾ അതാ തിങ്ക് ചെയ്യുന്നത്, എന്താ പെടുക എന്നുള്ളതാണ്. നമ്മൾ നിങ്ങളൊരു പേര് കമൻറ്റ് ചെയ്യില്ല, നമുക്ക് എന്തെങ്കിലും ഇടാം. എന്താണ് ഗൈസ്, ഗസ് ഇറ്റ് ഗൈസ്, ഗസ് ഇറ്റ്. നമുക്ക് എന്തൊരു പേരിടണം ഗൈസ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആവും സാധനം. ഇതിൽ കുറേ ലോഗോസ് ഉണ്ട് കേട്ടോ ഗൈസ്, കുറേ ലോഗോ ഉണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ഗൈസ്, ലോഗോ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പേരിടാം. മൊബൈൽ. സോ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മൊബൈൽസ് ട്രേഡിങ്. മൊബൈൽ മാത്രം ആയിരിക്കില്ല, പക്ഷേ ഇപ്പം നമ്മൾ മൊബൈലും ടാബും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിൽക്കുക. പിന്നെ നമ്മളോരോ ഇലക്ട്രോണിക് ഐറ്റംസ് മിക്കവാറും വരും ഗൈസ്. സോ അപ്പം ഏതായാലും ഞാൻ അല്ലെങ്കിൽ എന്താ ഇതിടുക മൊബൈൽസ് ട്രേഡിങ് ചെയ്താലുള്ള സ്പേസ് ഇല്ലടാ, അതാണ് പ്രശ്നം. വേണ്ട, സ്പേസ് ഇല്ല, സ്പേസ് ഇല്ല. സോ നമുക്ക് എന്താ ചെയ്താൽ മൊബൈൽസ് എഴുതിയാൽ മതി. നമുക്ക് നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. വോയിസ് ഇതാണ് നമ്മളെ ഇത്. ഫുള്ള് പേര് വരുന്നില്ല, നമ്മളെ ഇത് അങ്ങോട്ട് വലുതാകുമ്പോൾ സാധനമൊക്കെ വരും ഗേസ്.
അപ്പം നമുക്ക് പേര് മാറ്റാം. ബ്രൂഡോ മൊബൈൽസ് ട്രേഡിംഗ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മളെ പേര് നമുക്ക് ലോഗോ ഇനി ചേഞ്ച് ആക്കാൻ കഴിയും. ലോഗോ ഒക്കെ നമുക്ക് പതുക്കെ ചേഞ്ച് ആക്കാം. ഇന്നലെ കണ്ടോ നമ്മൾ ഏകദേശം 4 സാധനം അല്ല 3 സാധനം അല്ലേ, 3 4 ഇവിടെ 4 സാധനം കേസ്. അതായത് ഇവിടെ ബാറ്ററി, ഇവിടെ LCD, ഇവിടെ ഇപ്പോൾ ഈ കേസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കേസ് ആയിരുന്നു ഇവിടെ. സോ അങ്ങനെ മൊബൈലിൻ്റെ ഉള്ളിലത്തെ പാർട്സ് ഐറ്റംസ് ഇതാ ഇവിടെ കേസ്, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ വരും കേസ്. സോ നമുക്കിനി ഓർഡർ ചെയ്യണം എന്തൊക്കെയാണുള്ളത്. സോ ഓർഡർ ചെയ്യാം കേസ്, ഓർഡർ ചെയ്യാം. പക്ഷേ LCD ഒക്കെ നല്ല ഇതാടാ, നല്ല പ്രൈസാണ്. സോ ബാറ്ററി ഒക്കെ ഇപ്പോൾ ഏകദേശം തീരാനായിരുന്നു തോന്നുന്നു. സോ നമുക്ക് 1028 ഉണ്ട്. സോ നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ സാധനം പോവും. പിന്നെ നല്ല പ്രൈസാട്ടോ. ആ ഒരു LCD ഭയങ്കര പ്രൈസാണ് കേസ്, ഭയങ്കര പ്രൈസാണ്. മൊബൈൽ ഫോണൊക്കെ നോക്കിയ സ്മാർട്ട് ഫോൺ റെഡ് വൈലറ്റ് നോക്കിയ 2632 കേസ്. വാവ്. എയർഫോണിൻ്റെ നമ്മളെ എയർബഡ്സ് ഉണ്ടല്ലോ കേസ്, അതുകൊണ്ട് അതിനൊക്കെ നല്ല വില മോനെ. അതൊക്കെ എത്ര 1000-ൻ്റെ അടുത്ത് വരുന്നുള്ളൂ. നമുക്കിപ്പോഴും വെക്കാം, പക്ഷേ അത്ര ബഡ്ജറ്റ് ഇല്ലേ. ടാബ് ഉണ്ട്, ടാബ്ലറ്റ് വെക്കാം. ബിക്കോസ് ഞാൻ ഇന്നലെ കേസ് ലൈസൻസ് എടുത്തിനി ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ പോയിട്ട് കണ്ടോ. നമ്മൾ ഈ ഒരു 2 ലൈസൻസ് ഓൾറെഡി ഈ ഒരു ലൈസൻസ് ഉണ്ട്, സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ഇതാക്കാനുള്ള. ഇപ്പോൾ നമുക്ക് വേറെ ലൈസൻസ് കിട്ടി. 8 ടാബ്ലറ്റും അതായത് 8 ടാബും 4 കീബോർഡ് ടാബും നമുക്ക് വിൽക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ ഇതിൽ വൃത്തികെട്ട സാധനം കേസ്, ഇതിൽ ലോണോ കാര്യങ്ങളൊന്നും ഇല്ല കേസ്. അതാണ് പ്രശ്നം. ഇതിൽ ലോൺ കിട്ടില്ലടാ, അതാണ് പ്രശ്നം. സോ അതല്ല ഓക്കെ. ഗ്രോത്ത് അതായത് നമുക്ക് സ്റ്റോറ് ഇത്ര വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേസ്. 8 to 32 ഫൂട്ട് കേസ്. സോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. ഫസ്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണേ 4ാമത്തെ ലെവലിലാണ് കേസ്. അടുത്ത ലെവലിൽ $3000 എവിടെ നിന്ന് ഒപ്പിക്കാനാണ് കേസ്. എൻ്റെ അളിയ 3000 ഒന്നും ഒപ്പിക്കാനില്ല. നോക്കാം. അപ്പോൾ നമുക്കൊരു ബാറ്ററി പറയാം. ബാറ്ററി പറയുമ്പോൾ തന്നെ എത്ര ഏകദേശം പൈസ ആവും. 1050 ഇല്ലല്ലോടാ. 200 ഒരു നമുക്ക് കവർ മാറ്റി പിടിക്കാം കേസ്. കുറേ കളർ മാറ്റാം. എപ്പോഴും ഓരോ കളറാകുമ്പോൾ കേസ് ഒരു ബോറല്ല ആൾക്കാർക്ക്. സോ ഇനി നമ്മളതിൽ 178 ഉള്ളൂ. ബിക്കോസ് 178 ഉള്ളൂ കേസ്. ഓക്കെ, ഇനി 178 ഉള്ളൂ. ഇനി ബാക്കി ഇതാക്കണം. ഡെലിവറി വരാൻ 1 മിനിറ്റ് ആവും. നമ്മൾ സ്പീഡപ്പ് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ സ്പീഡപ്പ് കൊടുത്ത് അടുത്ത 2 പോയിൻ്റ് കേസ്. ഓക്കെ, സോ നമുക്ക് ഈ കേസ് ഇവിടെ വെക്കാം. കേസിൻ്റെ ഈ ഒരു ഏരിയ ആണ് ഇത്. സോ നമുക്കിവിടെ ലൈക്ക് ഒറ്റ റാക്കും, പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മളെ പുതിയ ഫോൺസ്, ടാബ്, പിന്നെ ഇതിൻ്റെ മുകളിലും ടാബും കാര്യം, ഇതിൻ്റെ മുകളിൽ ടാബ്, ഇതിൻ്റെ മുകളിൽ ഫോണ്, അങ്ങനെ എന്തൊക്കെയാണ് കേസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ കളിച്ചവർക്ക് അറിയാൻ പറ്റും കേസ്. ഓക്കെ, സോ ഇത് നമ്മളെ ബാറ്ററി. സോ നമുക്ക് ബാറ്ററി ഇവിടെ ഫില്ലാക്കാം. ബാറ്ററി ഫുള്ളായില്ലേ, കറക്റ്റ് പെർഫെക്റ്റ് ഫുള്ളായി. പെർഫെക്റ്റ്. ഇതിലുണ്ടോ ഇനി? വെയിറ്റ് ചെയ്ത് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ അത് ഇപ്പോൾ നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറൊന്നും ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇതാണ്ട് തുറക്കുക കേസ്. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കല്ലേ. എൻ്റെ അളിയാ പ്രൈസ് ചേഞ്ച് ആക്കിയില്ലേ കേസ്. ഇവിടെ ഇപ്പോൾ തന്നെ പോയി കേസ്. പ്രൈസ് ചേഞ്ച് ആക്കിയില്ലേ കേസ്.
സോ ഇത് കോസ്റ്റ് 25. സോ നമുക്ക് ഓക്കെ കൂടുതൽ പൈസ ഇട്ടാ വാങ്ങില്ല. നമുക്ക് കറക്റ്റ് നമുക്ക് 26 നമുക്ക് $1. സോ $40. സോ നമ്മൾ $40. സോ ഇത് 42 ഇടാം. കാരണം നമ്മളെ കേസൊക്കെ നമ്മൾ എല്ലാതും 42 ഇട്ടിട്ടുള്ളത്. സോ എല്ലാ കേസും 42 ആയതുകൊണ്ട് നമ്മൾ ഇതും 42 എടാ ഞാൻ ക്ലോസ് ആക്കിയല്ലേ ഗൈസ്? അതെങ്ങനെ ഞാൻ ക്ലോസ് ആക്കിയ സാധനം എങ്ങനെ ഇങ്ങോട്ട് പോയി? എൻ്റെ കളിയാ. ഓക്കെ, ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ് ഗൈസ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദിസ് ഈസ് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഗൈസ്. സോ എന്താ നമ്മൾ ആ ബാറ്ററി എടുക്കണം, ഈ ബാറ്ററി ഇടണം, LCD ഇട്ട് കൊടുക്കണം. ഖലാസ്. കാർഡ് പേയ്മെൻ്റ് ആണ് 98. ഓക്കെ, സോ അങ്ങനെയാണ്. ഇതും ബാറ്ററി ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതെടുക്കണം, ഈ ഒരു ബാറ്ററി വലിച്ചെറിയണം, എന്നിട്ട് ഇത് ഇടണം ഗൈസ്. ദിസ് ഈസ് ദ ഗെയിം ഗൈസ്. ദിസ് ഈസ് ദ ഓക്കെ. $8 നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലേ? ഓടാ എന്തിനാ കൊടുത്ത്? സോ $8 നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി അവിടുത്തെ കേസാണ് വാങ്ങി, ഫോൺ കേസ് ഗ്രേ. ഇവിടെ കേസ് വേറെ പ്രത്യേകത നിങ്ങൾക്ക് പെട്ടിയിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതായത് നമ്മളെ റിയൽ ലൈഫിൽ ആപ്പിളാണെങ്കിൽ, ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ഗെയിം നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മളെ ഈ ഷോപ്പിൽ, വേറൊരു ഷോപ്പിലൊക്കെ നമ്മൾ ആപ്പിളിൻ്റെ ഫോണാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ മുന്തിരീൻ്റെ കേസ്, മുന്തിരീൻ്റെ ഫോണ് കേസ് അതാ കൊടുക്കണേ കേസ്. ദാറ്റ്സ് ക്രൈസി. അല്ലാണ്ടോ മുന്തിരിയാണ് കൊടുക്കണേ ഇവിടെ കേസ്. ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ബ്രോ. ഫുള്ള് ഇവിടെ മുന്തിരി ചിഹ്നമാണുള്ളത്. വൈ ഐ ഡോണ്ട് നോ. അതായത് ഇവർ ആപ്പിളിനാണ്, ലൈക്ക് ആപ്പിളാണ് സൂചിക്കുന്നതെന്ന് എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ബിക്കോസ് ഫുള്ള് നമ്മളെ ഷോപ്പിൻ്റെ ആദ്യത്തെ ലോഗോ തന്നെ അതായിരുന്നു കേസ്. യെസ്, നമ്മളെ ഷോപ്പിൻ്റെ ആദ്യത്തെ ലോഗോ അത് തന്നെയായിരുന്നു കേസ്. അതാണ്. സോ ഇങ്ങോട്ട് ഞാൻ ലോഗോ മാറ്റിയതാണ് കേസ്. ബിക്കോസ് എന്താ കാര്യത്തിൽ എല്ലാവരും അതിങ്ങനെ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് കണ്ട ഇതൊക്കെ മുന്തിരീൻ്റെ കേസ് മീൻസ് ആപ്പിൾ കേസ്. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ആപ്പിളിൻ്റെ ഒറിജിനൽ ലോഗോ ഇവർ ഇട്ടിട്ടില്ല. ഇവർ ജസ്റ്റ് മുന്തിരി ലോഗോ ഇട്ടിട്ട് അത് ദാറ്റ്സ് എ കോസ്റ്റ് മൊബൈൽ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കേസ് ഇത്ര വില, LCD ഇത്ര വില, പിന്നെ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇത്ര വില ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയാത്ത. ഇവിടെ മുന്തിരി മാത്രമേ വിൽക്കുള്ളൂ കേസ്. ഇവിടെ എല്ലാവരെയും ഒരേ ഒരു മോഡൽ മുന്തിരി മാത്രമേ ഉണ്ടാവുള്ളൂ കേസ്. അതുകൊണ്ടാണ് ഒരേ മോഡൽ കേസ് എല്ലാവരും മേടിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് കോമഡി കൊടുത്തത്. ഓക്കെ, സോ നമുക്ക് ഇതും ബാറ്ററിയൊക്കെ മാറ്റാനുള്ളതാണ്. നമുക്ക് സാധനം ഓർഡർ ചെയ്യണം കേസ്. ഇനി നമുക്ക് കേസും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കണം. കാർഡ് പേയ്മെൻറ്റ് 98 ആക്കി കേസ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത് നമ്മളെ ഗെയിമിങ് കഫേ ആയിട്ട് വരണമെന്നുള്ളത്. എനിക്ക് അതുമായിട്ട് വരുന്നു ഞാൻ. സോ ഞാൻ അതായിട്ട് വരും കേസ് എന്തായാലും. ഓക്കെ, ഇങ്ങോട്ട് നമ്മളൊരു ഗെയിമിങ് കഫേ തന്നെ നമ്മൾ തുടങ്ങും. സോ നമ്മൾ സൂപ്പർ മാർക്കറ്റ് നല്ല വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ തന്നെ ഇങ്ങനെ ആക്കി കൊണ്ടുപോകുന്നുണ്ട് കേസ്. ഇനി നമ്മൾ ഇനിയും അപ്ഗ്രേഡ് ചെയ്യണം, ഇനിയും വലുതാക്കണം, ഇനി റാക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം കേസ്. കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാണ്ട്. ഇപ്പം ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിക്കുന്നുണ്ട്. സോ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടും ഗൈസ്. സൂപ്പർ മാർക്കറ്റിൻ്റെ. സോ 98 കാർഡ് പേയ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മളെ സാധനം കഴിഞ്ഞടാ.
ഈ സാധനം കഴിഞ്ഞിട്ടല്ലോ ഇട്ടല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞ് നമുക്ക് സാധനം ഓർഡർ ചെയ്യാം ഗൈസ്, എന്തെങ്കിലും മൊബൈൽ കേസോ കാര്യങ്ങൾ. സോ നമുക്കൊരു കേസ് ഓർഡർ ചെയ്യാം. ഓക്കെ, കേസ് ഒരു ഇതുമാക്കി കഴിഞ്ഞാൽ ഓക്കെ 650 ആവും. അതിലായി ഗൈസ്. വേറെന്താ ടാബ്ലറ്റ് ഉണ്ട് ഗൈസ്, അതൊക്കെ 3000 ഇത്. അതാണ് പറഞ്ഞത് ഗൈസ്, കീബോർഡ് ടാബ് ഗൈസ്. ഇതിനൊക്കെ നല്ല വില ഗൈസ്, ഒക്കെ ഭയങ്കര പ്രൈസ് സാധനമാണ്. എയർബഡ്സ് നമുക്ക് വെക്കാൻ, പക്ഷെ അത് ഒറ്റയടിക്ക് പൈസ തീർക്കാൻ വയ്യ ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ വാങ്ങി തീർക്കുന്നു ഗൈസ്. സോ നമ്മളിത് ക്ലിയർ അടിക്കുക. നമ്മൾ ഒരു ബാറ്ററി എന്തായാലും നിർബന്ധമാണ്, എല്ലാവരും ബാറ്ററി കിട്ടാൻ വരുന്നത്. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി ഈ ഒരു കേസ് എടുക്കാം കേസ്. നമ്മൾ പല കളറിലാണ് നമ്മൾ കേസും കാര്യങ്ങളൊക്കെ എടുക്കണേ കേസ്. ഓക്കെ, സോ ആൾ വന്നോ? അവിടെ ഞാൻ ക്ലോസ് ഇട്ട് വെച്ചിട്ട് ആൾ വന്നു കേസ്. ഓക്കെ, സോ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുക. എല്ലാവരും ബാറ്ററിക്കാണല്ലോ വരിക. എനിക്ക് തോന്നുന്നു ഈ മുന്തിരീൻ്റെ ബാറ്ററി മൊത്തം കംപ്ലൈൻ്റ് ആവുന്നുണ്ട് കേസ്. വന്നവരെന്നെ വീണ്ടും വന്ന് ബാറ്ററി മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ കടൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല കേസ്. ഓക്കെ, നമ്മളെ സാധനത്തിൻ്റെ അല്ല, ലൈക്ക് അവരെന്നെ മൊബൈൽ കൊണ്ടുവന്നിട്ട് അവരെന്നെ ചേഞ്ച് ആക്കുന്നതുണ്ടാവും. അതാണ് സംഭവം. സോ ലീവ് ദ ചെക്കൗട്ട്. സാധനം എത്തിയില്ലല്ലോ ഗായ്സ്. സാധനം എത്തിയിട്ട് നമുക്ക് എൻ്റെ ആക്കാൻ കഴിയുള്ളൂ. സാധനത്താണ് ഇതാണ് ഗൈസ്, ഇതിൽ പ്രശ്നം അതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഡെലിവറി നമ്മളിത് ഇപ്പം തന്നെ നമ്മളെ ഓർഡർ വരും ഗൈസ്. പക്ഷേ ഇതിൽ 1 മിനിറ്റ് നമ്മൾ കൊടുക്കണം ഗൈസ്. സോ ഇനി ഒന്നാമത്തെ ഡെലിവറി വന്നിട്ടുള്ളൂ. ഇനി അടുത്ത ഡെലിവറി 20 സെക്കൻഡിൽ ഗൈസ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഗൈസ്, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്കിത് തുറക്കത് കേസാണ് തോന്നുന്നല്ലേ. ദിസ് ഇസ് കേസ്. സോ നമ്മൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. ഇവിടെ നമ്മൾ വേറെ കേസ് വെച്ചില്ല, അതിന് ചെയ്താൽ കേസ്. സോ നമ്മളിവിടെ ഒരു കേസ് കാലിയായി കഴിഞ്ഞാൽ അതന്നെ വെക്കൂല, നമ്മൾ വേറൊരു കളർ കേസായിരിക്കും വെക്കുക കേസ്. അതാണ് നമ്മളിവിടുത്തെ ഒരു ഇത്. ഇവിടെ എന്താ കുറേ പെട്ടി ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കാലോ. ഇത് കാലിപ്പെട്ടിയല്ലേ, നമ്മൾ അറിയില്ല കേസ്. ഓക്കെ, സോ ഏതായാലും നീ ഇത് ബാറ്ററി അല്ലേ. ബാറ്ററി ഞാൻ ബാറ്ററി അവിടെ ഇട്ടേ. കേസ് ബാറ്ററി അവിടെ ഇട്ടെ. സാറില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ റെഡ് കേസ് കഴിഞ്ഞിട്ടാ ബുക്ക് ചെയ്തേ. പക്ഷേ ഞാൻ വിചാരിച്ചു അത് ഗ്രേ ആയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അടി വെച്ച് കേസ്. ഓക്കെ, ഇതിലൊന്നുമില്ലടാ, എംപ്റ്റി ബോക്സ്. ഇതൊക്കെ എംപ്റ്റി ബോക്സാണ്. അത് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബോക്സാണ് സാധനം. അതിൻ്റെയാണ് കേസ്, സ്റ്റോർ ചെയ്യാനുള്ള ബോക്സാണ് സാധനം. സോ ഉള്ള റിസപ്ഷനും ഉണ്ട്. അതൊക്കെ നല്ല സാധനമാട്ടോ, ഇവിടുത്തെ നല്ല സാധനം. അതായത് ഞാനത് $4000 മേടിച്ച കടയാണ് ഞാനത്. $4000 ഞാൻ ഈ ഷോപ്പ് മേടിച്ചത് ഗൈസ്, ഈ ഒരു മൊബൈൽ ഷോപ്പ് ഗൈസ്. ഓക്കെ, അത് ആദ്യം ഒരു മൊബൈൽ ഷോപ്പ് കഴിഞ്ഞ് അതുകൊണ്ടാണ് ആ ഒരു ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഗൈസ്. ഓക്കെ, അങ്ങനെ റിസപ്ഷനൊക്കെ ഇത് നല്ല മാർബിൾ സാധനം കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് ഈ സാധനത്തിനൊക്കെ. ഇതൊക്കെ കൗണ്ടർ ഉണ്ടല്ലോ, നല്ല പ്രൈസിങ്ങുള്ള സാധനമാണ്. നല്ല ലൈക്ക് മാർബിൾ സാധനമാണ് ഇത്. നല്ല വുഡിൻ്റെ സാധനമാണ്. ഇതിൻ്റെ പ്രൈസൊക്കെ നോക്കിയപ്പോൾ ഇവർ ഈ ഒരു ഫർണിച്ചറിൻ്റെ പ്രൈസാണ് ഇവരെടുത്തിട്ടുള്ളത്, 4000 കേസ്. ഓക്കെ, ആഡോണോ 25 ഓഗസ്റ്റ് 42 പൈസൊക്കെ നമ്മൾ 42 ആട്ടോ. സോ നമ്മൾ എൻഡ് ഡേ ആക്കാൻ പോവാണ്. സോ അങ്ങനെ നമ്മൾ എൻഡ് ആക്കിയിട്ടുണ്ട് ഡേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഷോപ്പ് ഓപ്പൺ ചെയ്യണം.
നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നമുക്കൊരു കേസും പാടെ വാങ്ങല്ലേ. പൈസ ഉണ്ട്, അത്ര അല്ലെങ്കിലും എന്നാലും ഉണ്ട്. യെല്ലോ നമ്മൾ ഇതിനായിട്ട് വാങ്ങിയില്ല. സോ യെല്ലോ ഒന്ന് നമുക്കണ്ട് വാങ്ങാം. സോ അടുത്ത ബാറ്ററി റീപ്ലേസ്മെൻറ്റ്. എൻ്റെ കളി ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബാറ്ററി വെച്ചത്. കാരണം ഈ മുന്തിരിൻ്റെ ഉണ്ടല്ലോ, ഈ മുന്തിരി ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇവിടെ എന്താ ഓക്കെ, മുന്തിരി ഭയങ്കര പ്രശ്നക്കാരനാണ്. മുന്തിരീൻ്റെ എല്ലാവരും ബാറ്ററി റീപ്ലേസ്മെൻറ്റാണ് വരുന്നത്. പിന്നെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. ബിക്കോസ് എനിക്കതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരിക്കും കേസിത്. സോ നമ്മളെ ഡെലിവറി വന്ന് തോന്നുന്നു കേസ്. ആരെടുത്തോണ്ട് കേട്ടോ, ഡെലിവറി വന്നു എന്നുള്ളത് നോക്കട്ടെ. യെസ്, ഡെലിവറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ലാക്കാം. ഇവിടെ ഫില്ലാക്കുക. ഇവിടെ സാധനം കഴിയാനായല്ലോ അല്ലേ. 2 ഫോണും പാടൊന്നാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം സെറ്റാക്കാം ഗൈസ്. പോയോ? അത് ഇവിടുന്ന് അടുത്ത് സാറല്ല, നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. ഈ അടി വെക്കാം. കേസ് ആളുകൾ ഫുള്ള് കൗണ്ടറിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കേസ് പ്രൈസ് ചേഞ്ച് ആക്കാം. 25, 42. ഓക്കെ. സോ അങ്ങനെ പ്രൈസ് ഇൻറ്റോളിയോ ഫുള്ള് ക്യൂ. അത്ര ഇല്ലെങ്കിലും എന്നാലും കുറച്ചുണ്ട്. സോ അടുത്ത കണ്ടോ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് അവിടെ ഫുള്ള് വരുന്ന കേസ്. ഇത് കണ്ടോ മൊത്തത്തിൽ ഈ മുന്തിരി ഇവരെല്ലാവരും ചതിച്ച് തോന്നുന്ന കേസ്. അതാണ് ഇവരെല്ലാവരും. ഓക്കെ, നമ്മളങ്ങനെ 4th ലെവൽ. എൻ്റെ അളിയ ഫോർത്ത് ലെവൽ. സോ നമ്മൾ 4th ലെവലിൽ അങ്ങനെ കടന്നിരിക്കുന്നു ഗായ്സ്. സോ നമ്മളങ്ങനെ ബാറ്ററി ഇടുക, LCD ഇടുക. അത് നമ്മളെ LCD ഉണ്ടായിരുന്നു കേസ്. അത് പിന്നെ നമ്മൾ പ്രൈസ് ഭയങ്കരമായപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി. ബിക്കോസ് ഇപ്പം വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി കേസ്. സോ ഇതിൽ നമുക്ക് ലോണ് കിട്ടിയിരുന്ന ബെറ്റർ ആയിരുന്നു കേസ്. അതാ പ്രശ്നം. ലോണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരുന്നു. പക്ഷെ നമുക്ക് ലോണ് കിട്ടുന്നില്ല കേസ്. ഇതിൽ ലോണ് കിട്ടാത്തൊരു വൃത്തികെട്ടൊരു ഇതാണ് കേസ് ഇത്. സോ സാറല്ല ഏതായാലും എടുക്കാം. ഓക്കെ, നമ്മളെല്ലാം ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഉള്ളിയാ കൗണ്ടർ നിർമ്മിക്കാൻ നേരില്ല. ഫുൾ കസ്റ്റമേഴ്സാണ്. സോ ഇവിടെ ഫുൾ കസ്റ്റമേഴ്സാണ്. സോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, $2 കൊടുക്കൂ. അടുത്ത നമ്മളെ ബാറ്ററി റീപ്ലേസ്മെൻറ്റിലാണ്. പിന്നെ അടുത്ത ആരെ ബാക്കിൽ വന്നിട്ട് 98. നമുക്ക് എണ്ണീക്കാൻ നേരില്ല. അടുത്ത ബില്ലടിക്കുമ്പോൾ അടുത്ത ആളല്ലോ. ഒളിയാക്കണടാ. കറക്റ്റ് സമയത്ത് ആള് വന്നു ഇപ്പം തന്നെ വന്നു. ഓക്കെ, സോ നമ്മൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യാണ്. നമ്മൾ കൊടുക്കും കേട്ട്. യെസ്, ലെറ്റ്സ് ഗോ. 98 കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ. 42. ഇത് നമുക്ക് മാറ്റിയിട്ട് ദിസ് ഈസ് ക്രേസി. ഓക്കെ, ഇനി നമ്മൾ 92 രൂപ കൊടുക്കണം. ഓ ഗൈസ്, കസ്റ്റമറാണ്. സോ ഇറ്റ്സ് ബെറ്റർ. 1256 ഗൈസ്. ലെറ്റ്സ് ഗോ. സോ നാളത്തേക്കും ഇത് മതി ഗൈസ്. വലിയ പൈസ ഒന്നും ചിലവാക്കാനില്ല. കാരണം വി ആർ ഇനഫ്. സോ നമുക്ക് 3000 ഉറുപ്പ്യ ഉണ്ടാകും. നമുക്കല്ലേ മറ്റേ എടുക്കുക. എന്തായിരുന്നു എക്സ്റ്റെൻഡ് ലൈസൻസ്. എക്സ്റ്റെൻഡ് കേസ്.
ഇവിടെ നമുക്ക് കുറച്ച് റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും ഈ സാധനം. നമുക്കിതിൽ ടേബിളൊക്കെ നീക്കാൻ കഴിയുമോ, അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള അറിയില്ല കേസ്. നമുക്ക് നോക്കണം. നോക്കണം കേസ്, അറിയില്ല. ഓക്കെ 42 എന്ന്. ഓക്കെ സോ സോ $1 കൊടുക്കാം. യെല്ലോ കേസ്. ഇപ്പോൾ കേസ് വരുന്നത് മുന്തിരീൻ്റെ കേസാണ് കേസ്. ഓക്കെ ഇന്ത്യയിലും മുന്തിരി ഫോണാണ് കേസ്. ബ്രോ ഇന്ത്യയിലും മുന്തിരി ഫോൺ. ഇവിടെ എല്ലാവരെയും ഈ ഒരു സിറ്റിയോ രാജ്യം അങ്ങനെ എന്തോ ആണ്. ഇവിടെ ഫുൾ എല്ലാവരെയും മുന്തിരി ഫോണാണ് കേസ്. ആരെങ്കിലും ഇവിടെ വേറൊരു കമ്പനി ഫോണില്ല കേസ്. എല്ലാവരെയും മുന്തിരിയാണ്. സോ നമ്മൾ 5th ലെവലിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സാധനം. സോ സാധനം കഴിഞ്ഞല്ലോ. സാധനം കഴിഞ്ഞിട്ടാ, പെട്ടെന്ന് കഴിഞ്ഞ്. സാധനമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ്. എനിക്ക് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് മെയിൻ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് എന്തായാലും നമുക്ക് ഓർഡർ ആക്കണം. വെയിറ്റ് നമുക്കത് ഓർഡർ ആക്കണം കേസ്. ബിക്കോസ് ബാറ്ററി റീപ്ലേസ്മെൻ്റ് ഒക്കെ എല്ലാവരും വരുന്നതാണ്. ഒറ്റ ബാറ്ററി ഉള്ളൂ അല്ലേ. സോ ഒറ്റൊരു ബാറ്ററി ഉള്ളൂ. സോ നമുക്ക് ബാറ്ററി അവിടെ ഓർഡർ ചെയ്യാം. ഒന്നും നോക്കണ്ട, എന്നിട്ട് ചാമ്പിക്കോ കേസ്. ബാറ്ററി പിന്നെ കേസ് ഉണ്ടല്ലോ അല്ലേ, ഒന്നും പാടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കേസ് നമുക്ക് ഓർഡർ ചെയ്യാം. നോ പ്രോബ്ലം ഗൈസ്. സോ കേസ് നമുക്ക് നമുക്ക് ഏതാ ഓർഡർ ചെയ്യാം? ഇത് ഓർഡർ ചെയ്യാം. ഇത് സോ നമ്മളത് അതിലിപ്പോൾ 1008 ഉള്ളൂ. നമ്മളൊരു ഡെലിവറി ഇവിടെ വന്നിട്ടുണ്ട്. സോ ബാറ്ററി റീപ്ലേസ്മെൻറ്റിനാണ് എല്ലാവരും വരുന്നത് കേസ്. സോ അതുകൊണ്ട് നമ്മൾ ഇത് മെയിനായിട്ട് വെക്കണം. ബിക്കോസ് ബാറ്ററി റീപ്ലേസ്മെൻ്റാണ് ഇവിടെ മെയിൻ. സോ ഈ ഒരു ബാറ്ററി നമ്മൾ തീരാതെ വെക്കണം. ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ കൗണ്ടറിൽ പോവാം. ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഓക്കെ സോ $1 നമ്മൾ കൊടുക്കാം. ഓക്കെ ഒന്നുമില്ല, പോയിക്ക. ഓക്കെ സോ കാർഡ് പേയ്മെൻറ്റ് 42. ബാറ്ററി വാങ്ങി വെച്ചതാണ് ഞാൻ. കാരണം ബാറ്ററിക്കാണ് ഇവിടെ ഫുള്ള് കസ്റ്റമേഴ്സ് വരുന്നത്. ബാറ്ററി ഇല്ലേ പിന്നെ നമുക്കിവിടെ കച്ചവടം ഉണ്ടാവില്ല കേസ്. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് കേസ്. സോ ബാറ്ററി ഇല്ലെങ്കിൽ ഇവിടെ ഒരു കച്ചവടം നടക്കില്ല. അതാണ് കേസ്. സോ നമ്മളങ്ങനെ ഒരു മുന്തിരി മാറിക്കടാ. ഓക്കെ ഒരു മുന്തിരി കേസൊക്കെ അവിടെ കേസിൻ്റെ പ്രൈസ് എഴുതിയില്ലല്ലോ. എടാ എടുക്കല്ലേ. ചങ്ങായി എടുത്തുണ്ട് കേട്ടോ. ടിൻറ്റോളിയോ ചങ്ങായി ഒന്ന് എടുത്തോണ്ടേടാ. ഗൈസ് പോയോ? പൈസ പോയോ ഗൈസ്? എൻ്റെ വള്ളിയ ഇതിലാണെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല ഗൈസ്. അതാണ് പ്രശ്നവും. ഇതിൽ വെക്കുമ്പോൾ ഇതിനാൾ എടുത്തോണ്ട് പോവാണ്. വളരെ ഇഷ്ടപ്പെട്ടിട്ടേ. നമുക്ക് ആ ഒരു കേസിൻ്റെ പ്രൈസ് എത്ര നോക്കണം കേസ്. 42 ആണ്. 25 ആണെങ്കിൽ കേസ് ഫുൾ പ്രോഫിറ്റ് പോയി കേസ്. നമുക്കൊന്നും ചെയ്യാനില്ല കേസ്. ദാറ്റ്സ് എ പ്രോബ്ലം കേസ്. ഇവിടെ ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പൈസ പോയി എന്നുള്ളതാ. ഇതല്ല വേറെ കേസ്. ഇതല്ലേ ഞാൻ ഇവിടെ വേറെ കേസ്. റെഡ് കേസാണ് എടുത്തത്. സോറി. റെഡ് കേസാണ് എടുത്തത്. ഈ കേസ് എടുത്ത് എത്ര എടാ കേസ് ഇതിന് പ്രൈസ് ഇട്ടില്ലടോ. $0 നമ്മൾ ഫ്രീന് കൊടുത്ത്. എന്തിനാ കാർഡ് കണ്ടോ ഗൈസ്? 0 ഞാൻ കൊടുത്തടാ. ഒരു കേസ് ഫുൾ നഷ്ടത്തിൽ പോയി കേസ്. പ്രൈസ് ഇടുമ്പോൾ തന്നെ ആ പെണ്ണ് കൊണ്ട് അതാണ്
പൂത്തിനെ കൊണ്ടുപോയി ഗൈസ്. $42 വിലയുള്ള സാധനമാണ് ഗൈസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോയത്. ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടേ ഇതാക്കുള്ളൂ ഗൈസ്. ബിക്കോസ് ഇങ്ങനെ സാധനം കൊണ്ടുപോയാൽ നമുക്ക് ഇങ്ങനെ ഗൈസ് ഇപ്പോൾ ഒരാൾ ഫ്രീ കൊണ്ടുപോയി, അവർക്കെല്ലാം ഫ്രീ ആയി ഗൈസ്. ഫ്രീ കിട്ടി. സന്തോഷ് ചാർമ അവ 42 വെപ്പെടുത്താണ് ഗൈസ്. ഞാൻ പ്രൈസ് ഇടാതെ എടുത്തപ്പോൾ സാധനം മൊത്താണ്ട് എടുത്തോണ്ടേ ഗൈസ്. ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. എൻ്റെ കളിയ അതാണ് എനിക്ക് നഷ്ടമായത് ഗൈസ്. അതായത് $42 സാധനമാണ് ഗൈസ് ആ പെണ്ണ് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ഗൈസ്. അതാണ് എനിക്ക് ഭയങ്കര സാഡ് ഗൈസ്. ഓക്കെ സോ ഗൈസ് ഞാൻ എൻ്റെ ആയിട്ടുണ്ട്. വലിയ ലോങ് വീഡിയോ ആക്കുന്നില്ല, ബോറാവും എനിക്ക്. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുന്ന മടിയില്ല. ഓക്കെ ഇതിന് നമുക്ക് എക്സ്പെൻഡ് ചെയ്യാം സ്റ്റോർ. ഓക്കെ സോ ഗൈസ് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു വീഡിയോ ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാൻ. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഗൈസ്. ഓക്കെ സോ എല്ലാവർക്കും ബൈ ഗൈസ്. ഓക്കെ ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ സോ ബൈ ഗൈസ്. ഓക്കെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല. ഇന്ന് നമ്മൾ ഈ ഒരു ഗെയിമാണ്. നാളെ നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും ഗൈസ്. ബൈ. ഓക്കെ പിന്നെ നിങ്ങൾ ഇതിനെന്തെങ്കിലും നെയിം ഇടുകയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതിന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെയിം ഇടുന്നതായിരിക്കും. യാ ഗൈസ് ബൈ ഗൈസ്. ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.